നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ജീവികൾ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്താറുണ്ട്. അങ്ങനെയുള്ള ജീവികൾ എത്തിച്ചേരുമ്പോൾ പലർക്കും അതൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ജീവികളുടെ വരവ് നമുക്ക് ദോഷമാണോ ഗുണമാണോ? ഇതൊന്നും പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ പല പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ക്ഷണിക്കപ്പെടാതെ ഇത്തരത്തിൽ പക്ഷി മൃഗാദികൾ നമ്മളുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ താമസം വിനാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളായിട്ടും നമ്മളുടെ പൂർവികന്മാർ കരുതിയിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിക്കും. എന്നിരുന്നാലും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സൂചന ലഭിക്കുന്ന പക്ഷം നമുക്ക് അതൊക്കെ ഒന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടുകൂടി പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ ദോഷങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അശുഭ സംഭവങ്ങളുടെ ദിക്കുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ആശ്വാസമേകാൻ അതുകൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികളുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ ചില മറുപടികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ടാണ് വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പൂച്ച നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുകയാണെങ്കിലുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. വൃത്തിയും ശാന്തതയുമുള്ള സ്ഥലങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് പൂച്ച. ശകുനശാസ്ത്രത്തിലും നിമിത്തശാസ്ത്രത്തിലും ഒക്കെ പൂച്ചയെ വളരെ പ്രതിപാദിച്ചിട്ടുണ്ട്. പൂച്ചയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വീഡിയോകൾ ശകുനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് ഇത്തരത്തിൽ പൂച്ച വന്നു കയറുന്നത് ശുഭശകുനമായിട്ടാണ് ശകുനശാസ്ത്രത്തിൽ പറയുന്നത്. പൂച്ച അതിന്റെ കുട്ടികളുമായിട്ടാണ് വന്നു ചേരുന്നത് എങ്കിൽ കൂടുതൽ ശുഭകരമായിട്ട് പറയുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ള പൂച്ചയാണ് വീട്ടിലേക്ക് വന്നു കയറുന്നത് എങ്കിൽ ആ ഗൃഹത്തിൽ ഉടൻ തന്നെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയാണ് പൂർവികർ സൂചിപ്പിച്ചിരുന്നത്. വിദ്യാഭിവൃദ്ധി, വിവാഹ സാധ്യതകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇവയൊക്കെ സാധ്യമാകുന്നതാണ്. ഇതെല്ലാം പൂച്ച ഗൃഹത്തിലേക്ക് വരുന്ന കൂടെ കൊണ്ടുവരുമെന്നാണ് പൂർവികർ വിശ്വസിച്ചിരുന്നത്. പരാശര മഹർഷിയുടെ പരാശര സ്മൃതി എന്ന ഗ്രന്ഥത്തിൽ കറുത്ത പൂച്ച വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട്. അവയെ പരിപാലിക്കുന്നത് ശുഭകരമായിട്ട് പറയുന്നുണ്ട്. പരാശര സ്മൃതിയിൽ തന്നെ നാം യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് പൂച്ച കുറുകെ പോകുന്നത് ശുഭലക്ഷണമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അഗ്നിപുരാണത്തിൽ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ആ യാത്ര ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്ത പക്ഷം മറ്റേതെങ്കിലും വഴിയെ കൂടെ ആ യാത്ര തുടരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റാരെങ്കിലും ആ വഴിയെ പോയതിനു ശേഷം പിന്നീട് അതിന്റെ പുറകിലായിട്ട് യാത്ര തുടരാമെന്നും പറയുന്നുണ്ട്. മുറിവേറ്റ പൂച്ചയാണ് വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ അശുഭകരമായിട്ടാണ് അത് പറയുന്നത്. പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് മുൻജന്മ പാപങ്ങളെ പോലും പരിഹരിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ പൂച്ചയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാത്ത പക്ഷം അത് വന്നതുപോലെ തന്നെ തിരികെ പോകാറുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും പൂച്ചയെ സംരക്ഷിക്കുമ്പോൾ അത് ശുദ്ധ വൃത്തിയോടുകൂടി സംരക്ഷിക്കുക. അല്ലാത്ത പക്ഷം ആ ഗ്രഹത്തിലെ അന്തേവാസികൾക്ക് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പഴയ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടാണ് ശകുനശാസ്ത്രവും മറ്റും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലും വളരെയേറെ അത് സ്വാധീനം ചെലുത്തും. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.